എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് SCERT 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 11ാമത്തെ ചാപ്റ്റർ വ്യക്തിയും സമൂഹവും എന്ന ഭാഗത്തിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ചെറിയ ചാപ്റ്ററാണ്, നമുക്ക് വളരെ വേഗം കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവാം. ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘത്തെ നമ്മൾ സമൂഹം എന്ന് പൊതുവെ പറയാറുണ്ട്. ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹം. വ്യക്തികളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനമായിട്ടുള്ള ഘടകമാണ് സമൂഹം. വ്യക്തികളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനമായിട്ടുള്ള ഘടകമാണ് സമൂഹം. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് അഭിപ്രായപ്പെട്ടത് ഗ്രീൻ ആണ്. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് അഭിപ്രായപ്പെട്ടത് ഗ്രീൻ. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം എന്ന് അഭിപ്രായപ്പെട്ടത് ഗ്രീൻ ആണ്. ഫ്രാൻസിലെ എവിറോൺ ഗ്രാമത്തിൽ നിന്നും ചെന്നായ്ക്കളോടൊപ്പം കണ്ടെത്തിയ കുട്ടി വിക്ടർ ആണ്. ഫ്രാൻസിലെ എവിറോൺ എന്ന ഗ്രാമത്തിൽ നിന്നും ചെന്നായ്ക്കളോടൊപ്പം കണ്ടെത്തിയിട്ടുള്ള കുട്ടിയാണ് വിക്ടർ. ഫ്രാൻസിലെ എവിറോൺ ഗ്രാമത്തിൽ നിന്നും ചെന്നായ്ക്കളോടൊപ്പം കണ്ടെത്തിയ വിക്ടർ എന്ന കുട്ടിയെ പരിചരിച്ച ഡോക്ടറാണ് ജീൻ മാർക്ക് ഇറ്റാഡ് എന്ന് പറയുന്നത്. ഫ്രാൻസിലെ എവിറോൺ ഗ്രാമത്തിൽ നിന്നും ചെന്നായ്ക്കളോടൊപ്പം കണ്ടെത്തിയ വിക്ടർ എന്ന കുട്ടിയെ പരിചരിച്ച ഡോക്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജീൻ മാർക്ക് ഇറ്റാഡ് ആണ്. 1920 ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്ന് മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയ പെൺകുട്ടികളാണ് കമല, അമല എന്നിവർ. 1920 ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്ന് മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയിട്ടുള്ള പെൺകുട്ടികളാണ് കമലയും അതേപോലെ തന്നെ അമലയും. ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘം അറിയപ്പെടുന്നത് സമുദായം എന്നാണ്. ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘത്തെയാണ് നമ്മൾ സമുദായം എന്ന് പറയാം. സമുദായത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിശ്ചിതമായ പ്രദേശത്തെ താമസം, കൂട്ടായ പ്രവർത്തനം, സുദൃഢമായ ബന്ധങ്ങള്, സമാനമായ സാംസ്കാരിക മൂല്യങ്ങള്, പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടം അറിയപ്പെടുന്നത് സമാജം എന്നാണ്. പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടം അറിയപ്പെടുന്നത് സമാജം എന്നാണ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ജനങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതാണ് സമാജം എന്ന് അഭിപ്രായപ്പെട്ടത് ബൊഗാർഡ്സ് ആണ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ബൊഗാർഡ്സ് ആണ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബൊഗാർഡ്സ്. സമാജങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് റെസിഡൻസ് അസോസിയേഷനുകള്, തൊഴിലാളി സംഘടനകള്, വിദ്യാർത്ഥി സംഘടനകള് തുടങ്ങിയവ. സമാജങ്ങൾക്ക് ഉദാഹരണമാണ് റെസിഡന്റ് അസോസിയേഷൻ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എന്നിവ. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സാമൂഹീകരണം എന്നത്. ഒരു വ്യക്തിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് സാമൂഹീകരണം എന്നുള്ളത്. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് അഭിപ്രായപ്പെട്ടത് ഓക്ബേൺ ആണ്. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് അഭിപ്രായപ്പെട്ടത് ഓക്ബേൺ ആണ്. വ്യക്തികൾ സമൂഹത്തിന്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഓക്ബേൺ.
സാമൂഹീകരണത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ എന്നിവ. സാമൂഹീകരണത്തിന് സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് കുടുംബം, കൂട്ടുകാർ, വിദ്യാലയം, മാധ്യമങ്ങൾ എന്നിവ. സാമൂഹീകരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കുടുംബമാണ്. സാമൂഹീകരണ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കുടുംബം. കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ശീലങ്ങളാണ് കൃത്യനിഷ്ഠ, മുതിർന്നവരോടുള്ള സ്നേഹം, ബഹുമാനം, അച്ചടക്കം എന്നിവ. കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ശീലങ്ങളാണ് കൃത്യനിഷ്ഠ, മുതിർന്നവരോടുള്ള സ്നേഹം, അച്ചടക്കം തുടങ്ങിയവ. സാമൂഹീകരണത്തിൽ പ്രക്രിയയിൽ വിദ്യാലയത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് നിയമങ്ങൾ പാലിക്കാൻ ശീലിക്കുന്നു, അറിവ് നേടുന്നു, മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നു, നല്ല ശീലങ്ങൾ വളർത്തുന്നു എന്നിവയാണ്. സാമൂഹീകരണ പ്രക്രിയയിൽ വിദ്യാലയത്തിന്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ നിയമങ്ങൾ പാലിക്കാൻ ശീലിക്കുന്നു, അറിവ് നേടുന്നു, മൂല്യങ്ങൾ സ്വായത്തമാക്കുന്നു, നല്ല ശീലങ്ങൾ വളർത്തുന്നു. പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പത്രങ്ങൾ, ആനുകാലികങ്ങൾ, ടെലിവിഷനുകൾ എന്നിവ. പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പത്രങ്ങൾ, ആനുകാലികങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ എന്നിവ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ, ഹാവ് എ ഗുഡ് ഡേ.